എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം നമുക്ക് റിസ്ക് മാനേജ്മെൻറ്റ്, മണി മാനേജ്മെൻറ്റ്. ട്രേഡിങ്ങിൽ മണി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കുന്നതും ആ ട്രേഡിംഗ് പ്ലാനിൽ ഒരു ഇമ്പോർട്ടൻ്റ് സംഭവമാണ് റിസ്ക് മാനേജ്മെൻറ്റ്. റിസ്ക് മാനേജ്മെൻറ്റാണ് നമ്മളുടെ ട്രേഡിങ്ങിൻ്റെ ഒരു വിൻ ആൻഡ് ലോസിനെ കൈകാര്യം അതിനെ ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ ട്രേഡിങ്ങിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിസ്ക് മാനേജ്മെൻറ്റ്. ആ കാര്യം നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. Disclaimer. Investments and ideas discussed or expressed in this channel may not be suitable for all investors. Investors must make their own investment decisions based on their specific investment objectives and financial position only after consulting such SEBI-certified financial advisors as may be necessary. നിങ്ങൾ എപ്പോഴും ഫൈനാൻസ് ഫീൽഡിൽ കേൾക്കുന്ന ഒരു വേർഡാണ് റിസ്ക് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മണി മാനേജ്മെൻറ്റ്. ഇത് വളരെ പ്രധാനമാണ് ഇൻവെസ്റ്റിങ്ങിലും ട്രേഡിങ്ങിലും. ഓഫ്കോഴ്സ് നിങ്ങൾ ജീവിതത്തിലെ പ്രധാനമായ സാമ്പത്തിക കാര്യങ്ങളിലെല്ലാം ഇത് വേണം. മണി മാനേജ്മെൻറ്റ് ഇല്ലാതെ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത തന്നെ കുഴപ്പമുണ്ടാകും. പക്ഷേ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിലും ട്രേഡിങ്ങിലും എങ്ങനെയാണ് ഇത് ആവശ്യം വരുന്നത് എന്നാണ്. നമ്മൾ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞതുപോലെ ട്രേഡിംഗ്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത് പ്രോബബിലിറ്റി വെച്ച് നടത്തുന്ന ഒരു ബിസിനസ്സാണ്. ഇത് ലാഭനഷ്ട കാര്യങ്ങൾ ഇതിലുണ്ട്. ലാഭവും വരാം, നഷ്ടവും വരാം. ഈ ലാഭവും നഷ്ടങ്ങളും കാര്യങ്ങളെ ബാലൻസ് ചെയ്തിട്ട് അതിനെ ഒരു വിന്നറായിട്ട് നമ്മുടെ സക്സസ് ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു വിദ്യയാണ് റിസ്ക് മാനേജ്മെൻറ്റും മണി മാനേജ്മെൻറ്റും. സിമ്പിളായിട്ട് അതിനെ നമുക്ക് ഒരു കോയിൻ ടോസ് കൊണ്ട് നമുക്ക് അതിലേക്ക് കടക്കാം. നമ്മളൊരു കോയിൻ എടുത്ത് ടോസ് ചെയ്യുക. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഹെഡ് വീഴും അല്ലെങ്കിൽ ടൈല് വീഴും. ഇതാണല്ലോ വരിക. ഇത് അല്ലാതെ നടുക്കിൽ നിൽക്കില്ല. ഹെഡ് വീഴും അല്ലെങ്കിൽ ടൈല് വീഴും എന്ന് പറഞ്ഞാൽ ഒരു 10 പ്രാവശ്യം നമ്മൾ ഹെഡ് ടോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം ഹെഡ് വരും അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ടൈല് വീഴുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ പലതായിരിക്കും. അത് ചിലപ്പോൾ മാത്രമേ പറയും. ഇപ്പോൾ 4 പ്രാവശ്യം ഹെഡ് വീണു അല്ലെങ്കിൽ 6 പ്രാവശ്യം ടൈൽ വീണു അല്ലെങ്കിൽ 6 പ്രാവശ്യം ഹെഡ് വീണു, 4 പ്രാവശ്യം ടൈൽ വീണു. അങ്ങനെ പലതും സംഭവിക്കുക. എങ്ങനെ വേണമെങ്കിലും അല്ലെങ്കിൽ പല കാര്യങ്ങൾ. 1 പ്രാവശ്യം ഹെഡ് വീണ് 9 പ്രാവശ്യം ടൈൽ വീഴാം, അല്ലെങ്കിൽ 9 പ്രാവശ്യം ഹെഡ് വീണിട്ട് 1 പ്രാവശ്യം ടൈൽ വീഴാം. അങ്ങനെ 10 വേറെയുള്ള ഡിഫറൻസുകൾ, 10 20 20 ഡിഫറൻസുകൾ ഉണ്ട്. അത് നമുക്ക് പ്രോബബിലിറ്റിയാണ്. ഇത് വീഴാൻ സാധ്യത ഉണ്ട് അല്ലെങ്കിൽ ടോസ് വീഴാൻ സാധ്യത ഒരു പ്രോബബിലിറ്റിയാണ്. ഒന്നില്ലെങ്കിൽ ടൈല് വീഴും, ഒന്നില്ലെങ്കിൽ ഹെഡ് വീഴും. അതൊരു പ്രോബബിലിറ്റിയാണ്. അതാണ് ഈ ടോസിൽ ഉള്ളത്. നമ്മുടെ ഒരു ജീവിതത്തിലും അതെ, ഒരു ബിസിനസ്സിലും അതെ, ഏതൊരു കച്ചവടം ബിസിനസ്സും തുടങ്ങുമ്പോഴും അതെ. നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കച്ചവടം കിട്ടിയെന്ന് വരും, അല്ലെങ്കിൽ ചില കച്ചവടം കിട്ടാണ്ട് വരും, ചിലപ്പോൾ സക്സസ് ആയി മാറും, നന്നായിട്ട് നടന്നെന്ന് വരും. അതിനൊക്കെ ഒരു പ്രോബബിലിറ്റി എന്നാണ് നമ്മൾ പറയുക. നമ്മൾ എന്തൊരു ചെയ്യുമ്പോഴും നമുക്കൊരു പ്രോബബിലിറ്റി നോക്കിയിട്ടാണ്. ആ പ്രോബബിലിറ്റി തന്നെയാണ് നമ്മുടെ ഈ ട്രേഡിങ്ങിലും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പ്രോബബിലിറ്റിയാണ് വയ്ക്കുന്നത്. അല്ലാതെ നമുക്ക് 100% ഷുവർ പറഞ്ഞിട്ടല്ല നമ്മൾ ട്രേഡ് എടുക്കുക. അത് ചിലപ്പോൾ സക്സസ് ആവാനും ഇതാവാനും വഴിയുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഒരു ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഗെയിമാണ് ട്രേഡിങ്. ഇപ്പോൾ ടോസ് ഇടുമ്പോഴും അതെ, നമുക്ക് പ്രോബബിലിറ്റി. നമ്മൾ 10 പ്രാവശ്യം ടോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇത് ഇത്ര പ്രാവശ്യം? ഓരോരുത്തർക്കും ഓരോന്ന് പറയാം. പക്ഷെ അതൊരു പ്രോബബിലിറ്റി മാത്രമാണ്, ഒരു ഉറപ്പല്ല, പ്രോബബിലിറ്റി മാത്രമാണ്. അതന്നെയാണ് ഈ കോയിൻ ടോസ് കൂടി നമ്മൾ ഈ റിസ്ക് മാനേജ്മെൻറ്റിനെ നമ്മളെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ടോസ് കളി തുടങ്ങാം. ഹെഡ് വീണാൽ 2 പോയിൻ്റ് അല്ലെങ്കിൽ 2 രൂപ, ടൈൽ വീണാൽ 1 രൂപ ലോസ് അല്ലെങ്കിൽ 1 പോയിൻ്റ് ലോസ്, -1 എന്നാണ് വിചാരിക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു കണക്കുണ്ടല്ലോ, ഹെഡ് വീണാൽ 2, ടൈൽ വീണാൽ -1 അങ്ങനെ വിചാരിച്ച്. ഇതാണ് നമ്മുടെ എന്താ റൂള് കേട്ടോ. റിസ്ക് മാനേജ്മെൻ്റ് അല്ല, ഈ ടോസിൻ്റെ പ്രോബബിലിറ്റിയുടെ റൂള്. എന്ത് വേണമെങ്കിൽ ആവാം. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഓരോ ടോസ് ചെയ്തിട്ട് എന്നാൽ നോട്ട് ചെയ്യാം. 10 ടോസ് വരെ നമുക്കിപ്പോൾ ചെയ്യാം. 10 ടോസിൽ എത്ര എണ്ണം വരും, എങ്ങനെയാണ് ഹെഡ്, എത്ര ലോസ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ടോസ് ഹെഡാണ് വീണ്, അത് 2 പോയിൻ്റായി.
രണ്ടാമത്തതും ഹെഡ് തന്നെ വീണ്, അപ്പോൾ 2 പോയിൻ്റായി. അപ്പോൾ ടോട്ടൽ 4 പോയിൻ്റായി. മൂന്നാമത്തത് ടൈലാണ് വീണത്, അത് -1 നാലാമത്തെ ടോസും ടൈലാണ് വീണ്, അപ്പോൾ -1 അഞ്ചാമത്തതും ടൈൽ തന്നെയാണ്, -1 കൂടി. ആറാമത്തത് ഹെഡാണ്, +2 ആണ്. അടുത്തത് ടൈല് -1, അടുത്തതും ടൈല് -1, അടുത്തത് ഹെഡ് -2, അടുത്തത് ടൈല് -1. അപ്പോൾ നമ്മുടെ ടോട്ടൽ 10 ട്രേഡിൽ കണ്ടോ എത്ര വിന്നായി, എത്ര ലോസായി. 2, 4 ഹെഡ് വീണുണ്ട്, 6 ലോസാണ്, നമ്മൾ ടൈല് വീണു. അപ്പോൾ 4 വിജയിച്ചിട്ടുള്ളൂ, 6 ഫെയിലാണ്. അപ്പോഴും നമ്മൾ ടോട്ടൽ നോക്കി കഴിഞ്ഞാൽ 2 പോയിൻ്റ് പ്രോഫിറ്റിലാണ്. നോക്കുമ്പോൾ ഫെയിലിയേഴ്സ് കൂടുതലാണ്, എന്നിട്ടും നമുക്ക് കിട്ടിയത് 2 പോയിൻ്റ് ലാഭത്തിലാണ്. എന്ന് പറഞ്ഞാൽ 6 ഫെയിലിയറാണ്, ടോസിൽ 6 ഫെയിലിയറാണ്, 4. അതെന്താണ്? നമ്മുടെ മണി മാനേജ്മെൻറ്റ്, ഹെഡിന് 2 ടൈലിന് 1 മൈനസ്. ആ ഒരു മണി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ റിസ്കിൻ്റെ മാനേജ്മെൻറ്റാണ് ഈ 2 പോയിന്റിലേക്ക് നമ്മളെ എത്തിച്ചത്. അടുത്തത് നമ്മൾ അടുത്ത സെറ്റ് എടുക്കാം. അപ്പോൾ ആദ്യത്തെ സെറ്റിൽ നമ്മൾ കണ്ടു 6, 4 ആണ് അല്ലേ. അടുത്ത സെറ്റിൽ ആദ്യത്തേത് തന്നെ ടൈലാണ് വീണ്, -1. ആദ്യത്തേത് തന്നെ ഹെഡ് വീണു, അല്ല രണ്ടാമത്തത് ഹെഡ് വീണു, +2. അടുത്തത് ടൈല് -1, അടുത്തത് ഹെഡ് +2, അടുത്തത് ടൈല് -1, അടുത്തതും ടൈല് -1, അടുത്തത് ഹെഡ് +2, അടുത്തത് ടൈല് -1, അടുത്തത് ടൈല് -1, അടുത്തത് ടൈല് -1. അപ്പോൾ 10 ടോസ് നമ്മൾ ഇട്ടപ്പോൾ 7 ലോസും 1, 2, 3 വിന്നറുമാണ്. വിന്നർ പറഞ്ഞാൽ ഹെഡ് വീണു എന്നെങ്കിൽ വിന്നർ എന്ന് നമ്മൾ വിചാരിക്കും, 2 പോയിൻ്റ് കിട്ടുമെന്ന്. ഇവിടെ ഈ 7 ലോസായാലും 7 ടോസും ഇട്ടിട്ട് അതിൽ 7 ലോസായാലും അവസാനം നമ്മൾ -1 പോയിൻറ്റിൻ്റെ മാത്രമാണ് ഇവിടെ ലോസ് കാണിക്കുന്നത്. വെറും -1 ലോസ്. എന്ന് പറഞ്ഞാൽ 7 ടോസ് ഫെയിലാണ്, ടൈലാണ് വീണത്. അത് കാരണം -1 നമ്മൾ ഫെയില്, ടൈല് വീണ ഫെയില്, ഹെഡ് വീണ വിന്നർ. എന്നിട്ടും നമ്മൾ 7 ട്രേഡ് 10ൽ 7 ഫെയിലായാലും -1 പോയിൻ്റാണ് നമുക്കിവിടെ ലോസ് വന്നിട്ടുള്ളൂ. നമുക്ക് അടുത്ത സെറ്റിലേക്ക് പോവാം. മൂന്നാമത്തെ സെറ്റ്. ഇതിൽ നമ്മൾ ആദ്യത്തെ ടൈല് വീണു, പിന്നെയും ടൈല് വീണു, അടുത്തതും ടൈല്, അടുത്തതും ടൈല്, അടുത്തതും ടൈല്. അപ്പോൾ ഫുള്ള് 10 ട്രേഡും നമ്മളിവിടെ ടോസ് ചെയ്തു, എല്ലാം ഫെയിലാണ്. ഈ എല്ലാ ട്രേഡും ഫെയിലായി. പ്രോബബിലിറ്റി നമ്മൾ ഇട്ടത് മുഴുവൻ പ്രോബബിലിറ്റി എന്ന ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ടോസ് ഇടുമ്പോൾ എല്ലാം ഇതാവാനും സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ ടോസും നമ്മൾ ഫെയിലായിട്ടുണ്ടെങ്കിൽ -10 പോയിൻ്റ് ലോസാണ്. എല്ലാ എല്ലാ കോയിൻ ടോസും ഫെയിലായിട്ടുണ്ടെങ്കിൽ എന്നാൽ ടൈല് വീണ്ടെങ്കിൽ -10 പോയിൻ്റാണ് ഇവിടെ ലോസ്. മനസ്സിലായില്ലോ അല്ലേ? ഇതൊരു ഇതായിട്ട് തോന്നുന്നില്ലേ? ഒരു വേറൊരു പോയിൻ്റായിട്ടല്ല വരുന്നത്. അതിന് മുമ്പ് നമ്മൾ നോക്കി 6, 4 ഫെയില്, 4 വിജയിച്ചിട്ടുള്ളൂ. അപ്പോഴും നമ്മൾ പോസിറ്റീവിലായിരുന്നു. രണ്ടാമത് 7, 3. അപ്പോൾ ചെറിയ ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നു. ഇവിടെ ഫുൾ നെഗറ്റീവാണ് അല്ലേ. അടുത്ത സെറ്റ് നമ്മൾ നോക്കാം. ഹെഡ്. ആദ്യത്തേത് ടോസിൽ തന്നെ ഹെഡ് വീണു, രണ്ടാമത്തത് ഹെഡ് വീണു, മൂന്നാമത്തത് ഹെഡ് വീണു, നാലാമത്തത് ഹെഡ് വീണു, അഞ്ചാമത്തത് ഹെഡ് വീണു, ആറാമത്തത് ഹെഡ് വീണു, ഹെഡ് വീണു, ഹെഡ് വീണു, ഹെഡ് വീണു, ഹെഡ്. അങ്ങനെ 10 ടോസിലും 10 ഹെഡാണ് വീണത്. അപ്പോൾ ഈ 10ലും 10 ഹെഡ് വീണപ്പോൾ അതിൻ്റെ പോസിറ്റീവ് നോക്കുമോ, +20 ആണ്. എന്നാൽ 10 ടോസ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ പോയിൻ്റ് കിട്ടുന്നത് 20. 10 ഇതായിപ്പോൾ 20. 10 ലോസായിട്ടുണ്ടെങ്കിൽ ടൈല് വീണ്ടെങ്കിൽ 10 ഈ ടോസിൻ്റെ കളി മനസ്സിലായില്ലേ? മുഴുവനും വിന്നേഴ്സ് ആയാലും എന്ന് പറഞ്ഞാൽ 20 പോയിൻ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ത്രില്ലിങ് മൊമെൻ്റ് അല്ലേ ഇത്? അത് ഗാംബ്ലിങ് മൈൻഡ് ഉണർന്നുണ്ടോ? ആ ഗാംബ്ലിങ് മൈൻഡ് ഉണരാൻ പാടില്ല. അതാണ് ഈ റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഇത്. നമുക്ക് കിട്ടാൻ സാധ്യത പ്രോബബിലിറ്റി നോക്കിയിട്ടാണ്. ആ പ്രോബബിലിറ്റിയിലാണ് ഇതിൻ്റെ ഗെയിം മുഴുവൻ കിടക്കുന്നത്.
ഇവിടെ നമ്മൾ അത് ആ ഒരു ടോസിനെ നമ്മൾ ഒരു ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഹെഡ് വീണപ്പോൾ +2, അടുത്തത് ഹെഡ് വീണു +2, അപ്പോൾ 4 പോയിൻറ്റ്. അടുത്തത് ടൈല് -1, അപ്പോൾ 4 1 പോയി കഴിഞ്ഞാൽ 3. അടുത്തത് ടൈല് -1, ഈ 3-ൽ 1 പോയി കഴിഞ്ഞാൽ 2. അടുത്തതും ടൈല് -1 പ്ലസ്, അപ്പോൾ 1 പോയിൻറ്റ്. പിന്നെ ഹെഡ് വീണു, അപ്പോൾ 2 + 1 3. ടൈല് അടുത്തത് വീണു 2 3 - 1 2. അടുത്തതും ടൈല് വീണു 2 - 1 1. അടുത്തത് ഹെഡ് വീണു 1 + 2 3. അടുത്തത് ടൈല് വീണു 3 - 1, അപ്പോൾ 2 പോയിൻറ്റ്. മനസ്സിലായില്ലേ? 1 2 3 4 എന്ന് പറഞ്ഞാൽ 6 4ൻ്റെ ആ ഒരു ഇതാണ്. ഇതിൽ നിന്ന് ഡ്രോ ഡൗൺ എന്ന് പറയുന്നത്, ഇതിലത്തെ ഏറ്റവും കൂടുതൽ ഡ്രോ ഡൗൺ എത്രയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഈ മൈനസ് വരുന്നതെന്ന് ഡ്രോ ഡൗൺ. അപ്പോൾ ഇത്രയും 3 ഹെഡ് വീണിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ വിന്നേഴ്സ് ആയിട്ടുള്ളൂ. ബാക്കി 6 ഫെയിലിയേഴ്സാണ് അല്ലേ? ഈ ഫെയിലിയേഴ്സ് ആയിട്ടും 4 6 ഫെയിലിയേഴ്സ്. എന്നാലും ആ ഡ്രോ ഡൗൺ നോക്കൂ, ഒരിക്കലും -1 വന്നിട്ടില്ല. കണ്ടോ? മൈനസ് ആയിട്ടില്ല. ആ ഡ്രോ ഡൗൺ അപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ നിന്നു. ഇവിടെ നോക്കൂ, ഇതൊരു ഡ്രോ ഡൗൺ, ഇവിടെ -1 വന്നിരുന്നത്. ഇത് നോക്കൂ, 1 2 3, ഒരു 3 വിന്നായിട്ടുള്ളൂ. 3 വിന്നായിട്ടുള്ളൂ, 7 ഫെയിലിയറാണ്. അതാണ് ഇത്. ആദ്യത്തെ ടൈല് വീണപ്പോൾ -1, അടുത്തത് ഹെഡ് വീണു +2, അപ്പോൾ +1. അടുത്തത് ടൈല് വീണപ്പോൾ 0 ആയി, 1 - 1 0. അടുത്തത് ഹെഡ് വീണപ്പോൾ 0 + 2 2. അടുത്തത് ടൈല് 2 - 1 +1. അടുത്തതും ടൈല്, അപ്പോൾ +1 - 1 0 ആയിട്ടുള്ളൂ. അടുത്തത് ഹെഡ് 2 + 2. അടുത്തത് ടൈല് +2 - 1 1. അടുത്തത് ടൈല് +1 - 1 0. അടുത്തത് ടൈല്, നമ്മൾ 10ാമത്തെ ട്രേഡ് -1 അപ്പോൾ -1. അപ്പോൾ ഇതിൽ മൈനസ് വന്നത് ആകെ ഒരു പ്രാവശ്യമാണ് എന്ന് പറഞ്ഞാൽ ഇത്രയും ട്രേഡിൻ്റെ ഡ്രോ ഡൗൺ വന്നേക്കുന്ന -1 1. അപ്പോൾ ഈ -1 ഈ ഡ്രോ ഡൗൺ. ഇനി നമുക്ക് ഈ ടോസിനെ നമ്മൾ ഒരു റിലയൻസ് ഷെയറിൻ്റെ മുകളിൽ നമ്മൾ പ്രവർത്തിച്ചാലോ, നമുക്കൊരു നല്ലൊരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ട്. ഒരു 50-50 ചാൻസുള്ള ട്രേഡിംഗ് പ്ലാൻ. നമ്മൾ 50% വിന്നിങ്ങും 50% ലോസും ഉണ്ടെന്ന് വിചാരിച്ചോളാം. അങ്ങനത്തെ ഒരു ട്രേഡിംഗ് പ്ലാൻ നമുക്കുണ്ട്. ആ ട്രേഡിംഗ് പ്ലാനിൽ നമ്മൾ ചെയ്യുമ്പോൾ റിസ്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് പറഞ്ഞാൽ, പെർ ട്രേഡ് 1000K റിസ്ക് ഉണ്ടെങ്കിൽ 2000 റിവാർഡ് കിട്ടുന്നത്. പറഞ്ഞാൽ നമ്മൾ ടോസിൽ പറഞ്ഞത് പോലെ തന്നെ ടോസിൽ ഇതിൽ ആക്കുമ്പോൾ ഒരു ഫെയില് അല്ലെങ്കിൽ ടൈല് വീഴുന്നത് ഫെയിൽ ട്രേഡിൽ -1000K പറഞ്ഞാൽ 1000 രൂപ മൈനസ്. റിവാർഡ് എന്ന് പറഞ്ഞാൽ ഹെഡ് വീഴുകയാണെങ്കിൽ 2000. ഓക്കെ, ആ ബേസിൽ ഇപ്പം നമ്മൾ റിലയൻസിൽ നോക്കണം. അപ്പോൾ ആദ്യത്തെ ഹെഡ് വീണു 2000, അടുത്തതും ഹെഡ് വീണു 2000, അടുത്തത് ടൈല് വീണു 1000, അടുത്തത് ടൈല് 1000, അടുത്തത് ടൈല് 1000. ഈ ടൈലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് ഫെയിലായതാണ് കേട്ടോ. ട്രേഡ് ഫെയിലായ ട്രേഡാണ് ഈ ഹെഡ് ടൈല്. ട്രേഡ് വിന്നായതാണ് ഹെഡ്. ഓക്കെ, അടുത്തത് ടൈല് -1000, ടൈല് -1000, ഹെഡ് +2000, ടൈല് 1000. ഇതിലിപ്പോൾ എത്ര? 2 3 4 4 വിന്നായി, 6 ഫെയിലായി. അപ്പോഴും 6 ട്രേഡ് ഫെയിലായി, 4 ട്രേഡ് വിന്നായിട്ടുള്ളൂ. അപ്പോഴും നമ്മുടെ പ്രോഫിറ്റ് വരുന്നത് 2000 അല്ലേ? 2000 വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. സിമ്പിൾ സിസ്റ്റമാണ്. 15 മിനിറ്റിൻ്റെ ആദ്യത്തെ 15 മിനിറ്റ് കഴിഞ്ഞാൽ 15 മിനിറ്റിൻ്റെ മുകളിലേക്ക് ബൈ ഓർഡറും താഴത്തേക്ക് സെൽ ഓർഡറും ഇടുന്നു നമ്മൾ. ഓക്കെ, ഇത് ഫസ്റ്റ് ബാറാണ്. ടാറ്റ സ്റ്റീലിലെ ഫസ്റ്റ് ബാറാണ് 14 ഫെബ്രുവരിയിൽ. അപ്പോൾ നമ്മൾ മുകളിലത്തെ ഓർഡർ ഇടുന്നു. മുകളിലത്തെ ഹൈ ഇപ്പോൾ ഉള്ളത് 139.17 അപ്പോൾ 139.18 നമ്മൾ ഓർഡർ ഇടുന്നു. 136.26 അപ്പോൾ ഒരു പൈസ ചോടെ 136.25 നമ്മൾ സെൽ ഓർഡർ ഇടുന്നു. ഓക്കെ, 16.25 സെൽ ഓർഡർ. അപ്പോൾ എങ്ങനെയത് നമ്മൾ 1000 രൂപ റിസ്ക് എടുക്കുന്നു. നമ്മൾ അറിയില്ല ഇത് ട്രേഡ് വിജയിക്കില്ല എന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മൾ ഓർഡർ ഇടുന്നു. ഓർഡർ എങ്ങനെയാണ്? ബൈ ഓർഡർ 139.18 341, 136.25
341 സെല്ലിംഗ് എന്ന് ഇടുന്നത്. എന്താ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഈ റിസ്ക് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 39.18 വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ 1000 രൂപ ലോസ് എടുക്കും. അപ്പോൾ 136.25 പൈസയ്ക്ക് നമ്മൾ സെൽ ഓർഡർ ഇട്ട് വയ്ക്കണം. സെയിം ഇതാണ് ഇതിലും നടക്കുന്നത്. അപ്പോൾ ശരിക്കും ഒറ്റ ഓർഡർ ഇടണ്ട, ഒരു ഓർഡർ ബൈ ഓർഡറും ഒരു ഓർഡർ സെല്ല് ഓർഡർ ഇടുക. 341 ഇത് ഏത് സൈഡാണ് ബ്രേക്ക് ആവുക, അടുത്ത സൈഡ് ഓട്ടോമാറ്റിക് അത് നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ അത് സ്റ്റോപ്പ് ലോസായി മാറും. നമ്മൾ ഇതിൽ വിന്നാവുകയാണെങ്കിൽ 1000 രൂപ അല്ല 2000 രൂപ വിന്നാവും. അല്ലെങ്കിൽ ഫെയിൽ ആവുകയാണെങ്കിൽ 1000 രൂപ ലോസ് വരും. 1:2 കണ്ടോ 133. അപ്പോൾ ബൈ ആയ ശേഷം 133, 32 പോയാൽ നമ്മൾ വിൽക്കും ചെയ്യും. അല്ലെങ്കിൽ താഴോട്ടേക്ക് വന്നാലും നമ്മൾ താഴോട്ടേക്ക് വന്ന് വിറ്റ് കഴിഞ്ഞാൽ ഇത് ലോസായി. മുകളിലേക്ക് പോയി വിന്നറായി. അപ്പോൾ അടുത്ത ബോള് അപ്പോൾ ഇത് ബ്രേക്കായി കണ്ടോ, രണ്ടാമത്തെ ഇത് ബ്രേക്കായി. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ബൈയിങ് അല്ല നടക്കുന്ന ഈ ഷോർട്ടാണ് നടക്കുന്നത്. 136.25 സെല്ലായി. ഈ സെല്ലായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മളിപ്പോൾ വിൽക്കുക ചെയ്തിരിക്കുന്നത്, ഇല്ലാത്ത സാധനം വിറ്റുക ചെയ്തത്. അപ്പോൾ ലാഭം എപ്പോഴാവുക, ഈ മാർക്കറ്റ് താഴെ പോവുകയാണെങ്കിൽ ലാഭമാവും. ഈ താഴെ എത്ര പോയാൽ 139 വന്നാൽ നമുക്ക് 2000 ലാഭമാവും. മുകളിലേക്ക് ഇത് സ്റ്റോപ്പ് ലോസാണ്. ഈ 136.25 ഇട്ട് വെച്ച് അതിൻ്റെ ഓൾറെഡി നമ്മൾ ഈ ഷോർട്ട് സെല്ലായി കാരണം ഇത് ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ലോസായി. സ്റ്റോപ്പ് ലോസ് ആകുമ്പോൾ എന്താ ഉണ്ടാവുന്ന, സ്റ്റോപ്പ് ലോസ് പൊട്ടിയാൽ ഈ ഇത് ബ്രേക്കായ 1000 രൂപ നഷ്ടം വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ട്രേഡ് ഷോർട്ടായിട്ടുണ്ട്. പോണു, നമ്മളൊന്നും നോക്കണില്ല. നമ്മൾ ഇനിയിപ്പോൾ അടുത്തത് നോക്കുന്നത് 130-39 വരണം. 130-39 വരുന്നുണ്ടെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്യും. അപ്പോൾ താഴെ പോകണു, മുകളിലോട്ടേക്ക് പോകണു, താഴെ പോകണു. കഴിഞ്ഞു 15. അപ്പോൾ നമ്മുടെ ആ റേറ്റിലേക്ക് വന്നില്ല, 130-25 വന്നില്ല. അപ്പോൾ എത്രയ്ക്ക് അത് വന്നത്, 134 ക്ലോസ് ആയി. 134 ക്ലോസ് ആയി എന്ന് പറയുമ്പോൾ 139-134 നമ്മൾ ക്ലോസ് ആയി. നമ്മൾ വിറ്റത് 136.25. അപ്പോൾ ഒരു കാൽക്കുലേറ്റർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇത് ഏകദേശം അറിയാൻ പറ്റും. നമുക്കിപ്പോൾ ലാസ്റ്റ് എത്രയ്ക്കാണ്, 136.25 മൈനസ് 134.02 എന്നാണ് ക്ലോസ് ആയിരിക്കുന്നത്. അപ്പോൾ 2 രൂപ 23 പൈസ ഇൻറ്റു 341 ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ 760 രൂപ ഇത് ലാഭമായി എന്നർത്ഥം. ഈ ട്രേഡിൽ 760 ലാഭമായി. ഇത് സിമ്പിളായിട്ട് ഞാൻ ഈ മെത്തഡ് നിങ്ങൾ ചെയ്യാമെന്നല്ല പറയുന്ന കേട്ടോ. ഇത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി. ഇതുപോലെ നിങ്ങൾ ഒരു മെത്തഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ്, അതാ ഞാൻ പറഞ്ഞത്, ഈ മണി മാനേജ്മെൻറ്റ്, റിസ്ക് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ നമുക്കറിയില്ല, ഈ ട്രേഡ് എടുക്കുന്ന സമയത്ത് നമുക്കറിയില്ല ഇത് ബൈ ആവുമോ, ഇത് മുകളിലോട്ടേക്ക് പോവുക, താഴോട്ടേക്ക് പോവുക. നമ്മൾ സിമ്പിളായിട്ടൊരു സിസ്റ്റം, നമ്മുടെ ഒരു പ്ലാൻ ഉണ്ടാക്കിക്കുക. ആദ്യത്തെ 15 മിനിറ്റിൻ്റെ ലോ ബ്രേക്കായ നമ്മൾ സെല്ല് ചെയ്യും, മുകളിൽ ബ്രേക്കായ ബൈ ചെയ്യും. ഇത്രയല്ലോ. പിന്നെ നമ്മൾ ആ റിസ്കിന് അനുസരിച്ചിട്ടാണ് ക്വാണ്ടിറ്റി വന്നേക്കുന്നത്. 1000 രൂപ റിസ്ക് എടുക്കുന്ന പോലെയാണ് നമ്മൾ ക്വാണ്ടിറ്റി എടുത്തേക്കുന്നത്. അപ്പോൾ ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്തേക്കുന്നത് അവിടെ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സിമ്പിൾ ട്രേഡിങ് നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ കഴിഞ്ഞ മറ്റേ സ്ലൈഡുകളുടെ നമ്മൾ പോയ കാര്യങ്ങൾ നിങ്ങൾ വിലയിരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഷുവറായിട്ട് മനസ്സിലായി കാണണം എന്താണ് ഈ റിസ്ക് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മണി മാനേജ്മെൻറ്റ്. ഇതിനെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രോച്ചിലും ട്രേഡിംഗ് അപ്രോച്ചിലും ഉപയോഗിക്കുക. വേറെ ലെവലായിരിക്കും നിങ്ങളുടെ ട്രേഡിങ്. ട്രേഡിങ്ങിൻ്റെ ആ ഒരു നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറിയിരിക്കും ഈ മണി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെൻറ്റ് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കുക. ആ ട്രേഡിംഗ് പ്ലാന് ഒരു മിനിമം 50% വിജയം ഉള്ള ഒരു പ്രൊബാബിലിറ്റിയുള്ള ഇതിടും. ഇനിയിപ്പോൾ 40 ആയാലും പ്രശ്നമില്ല, പക്ഷേ 50 എടുക്കുക. 50 എന്ന് പറഞ്ഞാൽ ഒരു 100 ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ 50 എണ്ണം മാത്രമാണ് മെയിനായിട്ട് ഫെയിലാവുള്ളൂ. 50 വിജയിക്കും നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ ഒരു ട്രേഡിംഗ് പ്ലാനിനെ നിങ്ങൾ ഇത് ചെയ്യുക. ഈ മണി മാനേജ്മെൻറ്റിന് ഉപയോഗിക്കുക. ഞാനിവിടെ റിലയൻസിൽ 1000 രൂപയും ഫെയിലാവുകയാണെങ്കിൽ 1000 രൂപ റിസ്ക്കും കിട്ടുന്ന 2000 ഇതിലും വിൽക്കണമെന്ന് ആ അനുസരിച്ചിട്ട് മാനേജ്മെൻറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ഉപയോഗിക്കാം. 100 രൂപ 200 എത്ര റിസ്ക് നിങ്ങൾ എടുക്കുന്നു അതിൻ്റെ ഡബിൾ കിട്ടണം ട്രേഡ് സക്സസ് ആവണമെങ്കിൽ. അതുപോലെ നിങ്ങൾ ഈ ഒരു അപ്രോച്ചിനെ നിങ്ങൾ ട്രേഡിങ്ങിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ
ഷുവറായിട്ട് നിങ്ങൾ വിജയിച്ചിരിക്കും. ഓക്കെ, താങ്ക്സ്. കൂടുതൽ ട്രേഡേഴ്സ് എന്ന ഉപകാരമുള്ള വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് രേഖപ്പെടുത്തുക. ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകണമെന്ന് ഞാൻ കരുതുക കേട്ടോ. ഓക്കെ.